എല്ലാവരും ചെയ്യേണ്ടത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിഖദ്രി മഹബ്ബതിക തകൂനു ലദ്ദതക. റബ്ബിനോടുള്ള സ്നേഹം എത്ര നമുക്കുണ്ടോ അതിന്റെ തോതനുസരിച്ചാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക, ജീവിതം ആസ്വദിക്കാൻ പറ്റുക, നമ്മുടെ ഇബാദത്തുകൾ ആസ്വദിക്കാൻ പറ്റുക. റബ്ബിനോട് എത്ര സ്നേഹം നമുക്കുണ്ടോ അതിന്റെ തോതനുസരിച്ച് നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്താണത് പറയാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങളിലുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം രുചിച്ചു. എന്തൊക്കെയാ മൂന്ന് കാര്യങ്ങൾ? ഒന്നാമത്തെ എന്താ? അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും അല്ലാത്ത മറ്റെല്ലാറ്റിനേക്കാളും അവർ പ്രിയപ്പെട്ടതാകണം. അല്ലാഹു റസൂലും ആയിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതുണ്ടോ എന്നാൽ ജീവിതം ആസ്വദിക്കാൻ പറ്റും, ഇബാദത്തുകൾ ആസ്വദിക്കാൻ പറ്റും. ഇനി ആ ഹദീസിൽ പറഞ്ഞ തൊട്ട് ശേഷം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇതിന്റെ പൂർത്തീകരണമാണ്. രണ്ടാമത്തെ കാര്യം എന്താ? അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി മാത്രം ഒരാളെ ഇഷ്ടപ്പെടാൻ സാധിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ നമുക്കുണ്ടാവുക, അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാവുക. ഇതെപ്പോഴാണ് ഉണ്ടാവുക? അള്ളാഹു റസൂൽ ഏറ്റവും പ്രിയപ്പെട്ടതാവുമ്പോഴാണ് ഇത് ഉണ്ടാവുക. ആ സ്നേഹബന്ധത്തിന് മറ്റെല്ലാറ്റിനേക്കാളും വില ഉണ്ടാവുക അപ്പോഴാണ്. മൂന്നാമത്തെ കാര്യം എന്താ? അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. നരകത്തിൽ തീയിലെറിയപ്പെടുന്നത് നമ്മൾ എത്രത്തോളം വെറുക്കും അതുപോലെ അവിശ്വാസത്തെ, തിന്മകളെ വെറുക്കാൻ പറ്റണം. ഇതും റബ്ബിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലും ഏറ്റവും പ്രിയപ്പെട്ടതായി കഴിഞ്ഞാൽ പിന്നെ ആ റബ്ബിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ആസ്വദിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം, നമുക്കത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോ കുടുംബം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി, അല്ലെ? കുടുംബത്തിന് വേണ്ടി പിതാവും ഭാര്യക്കും മക്കൾക്കും വേണ്ടി പിതാവ് ഒരുപാട് കഷ്ടപ്പെടുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഒരാണോ കഴിക്കുന്നത്, ഒരാണോ ഉപയോഗിക്കുന്നത്? ഒരെക്കാളും ഉപയോഗിക്കുന്നത് പോലെ വീട്ടുകാരായിരിക്കും, ഓരോ ഭാര്യ, ഓരോ മക്കളും, ഓരോ കുടുംബമായിരിക്കും. അപ്പൊ ഞാൻ കെതിയിട്ട് അധ്വാനിച്ചുണ്ടാക്കി വേർപ്പൊഴുക്കിയ സമ്പത്ത് എന്തിനാ എന്റെ പെണ്ണുങ്ങൾക്കും എന്റെ കുട്ടികൾക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കണം? അവിടെ വർക്ക് ചെയ്യണ ഫാക്ടർ എന്താ? എന്തുകൊണ്ടാണ് ഇതിന് പറ്റുന്നത്? അതിപ്പോ മുസ്ലിമും കാഫിറും വ്യത്യാസമില്ല, എല്ലാവരും ചെയ്യണ്ടല്ലോ. എന്താ അതിന്റെ കാരണം? അവരോടുള്ള സ്നേഹമാണ് അതിന്റെ കാരണം. ആ സ്നേഹമുണ്ടെങ്കിൽ എന്തും നടക്കും. സ്നേഹം കുറഞ്ഞാൽ പലതും നടക്കൂല. ഇതിനേക്കാളും അത് പ്രകടമാകുന്ന ഉദാഹരണമാണ് കാമുകന്മാർ. കാമുകി ഒരു കാര്യം പറഞ്ഞാൽ കാമുകൻ ആ കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ആസ്വദിക്കുകയാണ് ചെയ്യുക, ഒരു പ്രയാസമുള്ള രൂപത്തിലല്ല ചെയ്യുക. എന്നോട് പറഞ്ഞോ, അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കണം, അത് എങ്ങനെ നേടിക്കൊടുക്കണം. എന്തുകൊണ്ടാണ് അതെങ്ങനെ ആ മനസ്ഥിതിക്ക് എത്തുന്നത്? അവർ തമ്മിലുള്ള സ്നേഹമാണ് അതിന്റെ കാരണം. ശൈത്താൻ ഉണ്ടാക്കി കൊടുത്ത, ശൈത്താൻ അവർക്കിടയിൽ ഉണ്ടാക്കിയ ആ സ്നേഹബന്ധം, അതാണ് അതിന്റെ കാരണം. അപ്പൊ ഈ സ്നേഹം എവിടെയുണ്ടോ ആ സ്നേഹം മോട്ടീവായി, സ്നേഹത്തിന്റെ പ്രേരകമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഒരു വിശ്വാസി ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് ഇബാദത്തുകൾ ആസ്വദിക്കാൻ പറ്റാത്തത്. ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് വേണ്ട പോലെ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നന്മകളിൽ ആസ്വാദനം കണ്ടെത്താൻ സാധിക്കാത്തത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ വല്ലാത്ത മാനസികമായ ഞെരുക്കം നമുക്ക് അനുഭവപ്പെടുന്നത്. റബ്ബിനോട് ആത്മാർത്ഥമായ മഹബത്ത് ഉണ്ടാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടോ ഇല്ല നമുക്ക് നമ്മളെ പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് പടച്ചവനെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളത്. റബ്ബിനെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി കൊതിച്ചുകണോ? ഞാൻ 5 നേരം നിസ്കരിക്കുന്ന, ഞാൻ ഇബാദത്തുകൾ ചെയ്യുന്ന, ഞാൻ അവന്റെ തൃപ്തിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന, ആഗ്രഹിക്കുന്ന ആ പടച്ചവനെ കാണുന്നൊരു കൊതി നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ആ റബ്ബിനൊന്ന് കാണാനൊരു കൊതി. പടച്ചവനോട് സ്നേഹം ഉണ്ടെങ്കിൽ അതുണ്ടാവും. പടച്ചവനോട് മാത്രമല്ല, നമ്മള് പടച്ചവനോട് മാറ്റി വെച്ചാൽ നമുക്ക് സ്നേഹമുള്ളവരെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവും, ഉറപ്പല്ലേ? നമ്മൾ സ്നേഹിക്കുന്നവരെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പിന്നെന്താ പടച്ചവനെ കാണാൻ നമ്മളെ മനസ്സിൽ ആഗ്രഹം വരാത്തത്? നമ്മളെ മനസ്സിൽ ഇതുവരെ അങ്ങനെ ചിന്ത വരാത്ത എന്തുകൊണ്ടാ?
വന്നിട്ടില്ലെങ്കിൽ പടച്ചവനോടുള്ള സ്നേഹം നമ്മൾ നാക്കിലേ ഉള്ളൂ എന്നുള്ളതിന്റെ കാരണം പടച്ച റബ്ബിനെ കാണാൻ ആത്മാർത്ഥമായി കൊതി ഉണ്ടാവുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊതി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു, വഅസ്അലുക ലദ്ദത്തൻ നദ്രി ഇലാ വജ്ഹിക്, നിന്റെ മുഖത്തെ കാണുമ്പോഴുള്ള ആസ്വാദനത്തെ റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കണ്ടുമുട്ടാനുള്ള കൊതിയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോ ആ റബ്ബിനോടുള്ള സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.